യൂസ് ചെയ്തില്ലെങ്കിൽ ഈ വന്നിട്ട് രാവിലെ നമ്മൾ എഴുന്നേക്കുമ്പോഴത്തേക്കും മുടി അറ്റ്ലീസ്റ്റ് പറയുമ്പോഴത്തേക്കും ഒരു ബോധം പോലെ. നമ്മുടെ എല്ലാവരുടെ ഒരു മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് മുതലേ ഓയിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഓയിൽ ഒരു സ്റ്റൈലിംഗ് പ്രൊഡക്റ്റ് ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ അത് കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ കേളി ഹെയർ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലൈയിങ് ആയിരിക്കും, എല്ലാം ഇങ്ങനെ ഔട്ട് ചെയ്തേക്കും. അപ്പൊ നമ്മള് സ്റ്റൈലിംഗ് പ്രൊഡക്ട്സിന് പകരം നമ്മൾ പ്രീവിയസ്ലി യൂസ് ചെയ്ത് വെച്ചത് എല്ലാവരും കോക്കനട്ട് ഓയിലോ അല്ലെ അങ്ങനെ യൂസ് ചെയ്തത്. പക്ഷെ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ കൂടുതൽ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഓയിൽ എപ്പോഴും ഒരു ബാരിക്കേഡ് അല്ലേ അല്ലെ. നമ്മുടെ നറിഷ്മെന്റോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള വാട്ടർ സപ്ലൈനോ എല്ലാത്തിനും ഒരു ബാരിക്കേഡ് ഓയിൽ യൂസ് ചെയ്യുന്നത്. മറിച്ച് ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ നമുക്ക് ഓയിൽ വന്നിട്ട് കുറച്ച് ബോയിൽ ചെയ്തിട്ട് അത് മൈൽഡ് വേർഷൻ ആക്കിയിട്ട് കോട്ടണിൽ മുക്കിയിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തു മനസ്സിലായി. പക്ഷെ നമ്മുടെ എല്ലാവരും യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ഹെയർ ടെക്സ്ചറിലേക്ക്. എനിക്ക് ഡാൻഡ്രഫ് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് എനിക്കൊരു ഡൗട്ട്. ഇപ്പൊ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് പിന്നെ ഒരു ഇഷ്യൂ ആവുമോ എന്നുള്ളത്. ഡാൻഡ്രഫ് എന്ന് പറയുന്നത് സ്കാൽപ്പ് പ്രോബ്ലം ആണ്, നമുക്ക് ഇൻസ്റ്റന്റ്ലി റിപ്പയർ ചെയ്യാൻ പറ്റില്ല. അതൊരു കോഴ്സ് പോലെ എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സസ് എല്ലാം, അതായത് ആ ടൈമിൽ ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ റൊട്ടീൻ ചെയ്യേണ്ടി വരും. ഡ്രസ്സസ് എല്ലാം ഹോട്ട് വാട്ടറിൽ വാഷ് ചെയ്ത് അയൺ ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരും. നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലിപ്സ് ആണെങ്കിൽ അത് സ്റ്റെറിലൈസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അപ്പൊ കംപ്ലീറ്റ്ലി റൊട്ടീൻ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെന്റ് പീരീഡിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും.